കാണുക. അപ്പം നമുക്കിന്ന് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം നമ്മൾ ഇതേപോലെ ഒരു 2 തുള്ളി ഉജാല കഞ്ഞിവെള്ളത്തിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു പകുതി നാരങ്ങ അതും കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ കാണിക്കാനായിട്ട് വിട്ടുപോയി. അപ്പം നമുക്ക് ആ പകുതി നാരങ്ങയും അതേപോലെ 2 തുള്ളി ഉജാലയും കഞ്ഞിവെള്ളത്തിനകത്ത് ഒഴിച്ച് കലക്കിയതിന് ശേഷം നമ്മുടെ ഇതേപോലെ അതിനകത്ത് മുക്കി വെച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനകത്തുള്ള ആ മങ്ങലെല്ലാം പോയിട്ട് ഗ്ലാസ് നല്ല രീതിയിൽ ഇതുകൊണ്ട് വെട്ടിത്തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. കണ്ടോ? അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റീലിൻ്റെ പാത്രങ്ങളും എല്ലാം നമുക്കിതിനകത്തോട്ട് കഴുകിയെടുക്കാം. ബ്രഷോ ഒന്നും തന്നെ വേണ്ട. ഇതിനകത്ത് ഒന്ന് മുക്കിയിട്ടത് ഇതേപോലെ നമുക്കൊന്ന് കഴുകിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ഉജാല തുണി മുക്കി ഒരു കളറ് വരുത്താൻ മാത്രമല്ല, പാത്രങ്ങൾക്കാണേലും എല്ലാം നമുക്കൊരു നല്ലൊരു വെണ്മ നൽകും. അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്ക്. കണ്ടോ? അപ്പോൾ സ്റ്റീലിൻ്റെ ഗ്ലാസ് പാത്രങ്ങളെല്ലാം വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണാം. കണ്ടോ? ഇപ്പോൾ ഇതേപോലെ നമുക്ക് സിങ്കും തേച്ച് കഴുകാം കേട്ടോ. ഈ ഒരു വെള്ളം വെച്ചിട്ട് തന്നെ സിങ്കും വാഷ് ബേസിനും എല്ലാം തേച്ച് കഴുകാം. ഇനി ഇതേപോലെ സ്റ്റീലിൻ്റെ കണ്ടോ തവിയും എല്ലാം കണ്ടോ. ഇനി നമുക്ക് ഇതുണ്ട് സിങ്ക് കഴുകുന്ന സിങ്ക് അതേപോലെ ടാപ്പ് ഒക്കെ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് ഇട്ടു കേട്ടോ. അപ്പം ഇതാണ്ട് ഇതേപോലെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ബ്രഷൊന്ന് വെച്ച് തേക്ക ഇളകി പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഡിഷ് വാഷോ ഒന്നും തന്നെ ഒഴിക്കാതെ തന്നെ നമുക്ക് അതേപോലെ വാഷ് ബേസിനും കഴുകാം. കണ്ടോ? നല്ല കറ പിടിച്ച് അതേപോലെ ചെയ്താൽ മതി. അതേപോലെ തന്നെ ക്ലോസ് ഇടിച്ചാൽ മതി. നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. കണ്ടോ? അതിൻ്റെ മഞ്ഞക്കറയൊക്കെ പോയിട്ട് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും.